ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ മാർക്കറ്റിൽ അതിൻ്റെ വീക്ക്നെസ് തുടർന്നുകൊണ്ടേയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നിഫ്റ്റി അതിൻ്റെ സപ്പോർട്ട് ലെവലുകൾ ഓരോന്നായിട്ട് ഓരോ ദിവസവും ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴോട്ടേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ 25,000 എന്ന ലെവലിൽ നിന്ന് താഴോട്ടേക്ക് വന്നു തുടങ്ങിയ നിഫ്റ്റി 24,800 താഴേക്ക് വന്നു. ഇപ്പോൾ 24,600 എന്ന ലെവലിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരു ഘട്ടത്തിൽ 24,462 എന്ന ലെവലിലേക്ക് പോയിരുന്നു. അതായത് 24,500 താഴെ നിഫ്റ്റി പോവുക എന്ന് പറയുമ്പോൾ അത് ഇനിയും താഴോട്ടേക്ക് പോകാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, സീറോ താരിഫ് എന്നുള്ള ട്രംപിൻ്റെ ആ ഒരു വലിയ ബോംബിങ്ങിൻ്റെ ഭാഗമായിട്ട് 900 പോയിന്റിൻ്റെ ഒരു റാലി നടത്തിയ നിഫ്റ്റി അന്ന് 24,000 എന്ന ലെവലിൽ നിന്നാണ് ആ റാലി ആരംഭിച്ചത്. പക്ഷേ ആ ഒരു റാലിയെ നിലനിർത്തുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള വാർത്തകൾ പ്രത്യേകിച്ച് US ഇന്ത്യ ട്രേഡ് ടോക്കുകളിൽ വരാത്തതാണ് നിഫ്റ്റിയെ താഴോട്ടേക്ക് പോകാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 24,000 എന്നുള്ള ആ ഒരു ലെവൽ വരെ നിഫ്റ്റി താഴോട്ടേക്ക് ഇനിയും കൂടുതലായിട്ടുള്ള പോസിറ്റീവ് വാർത്തകൾ വന്നിട്ടില്ലെങ്കിൽ അങ്ങനെ പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്നാൽ US ഇന്ത്യ ട്രേഡ് ടോക്കുമായി ബന്ധപ്പെട്ട് പുതിയ ട്രിഗർ പോയിന്റുകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു റാലി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോഴും നമ്മൾ കാണുന്നത് ഇന്ത്യ വിക്സ് 17.6 എന്ന ലെവലിൽ അത്ര വലിയൊരു വളറ്റിലിറ്റി നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ US വിക്സ് നമ്മൾ കാണുന്നത് 20 മുകളിലാണ്. അവിടെ വലിയ വളറ്റിലിറ്റി സാധ്യത ഇപ്പോഴും നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഗ്ലോബൽ ക്യൂസ് വളരെ സമ്മിശ്രമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടുള്ള പ്രശ്നം ഡോളറിലുണ്ടായിട്ടുള്ള വീക്ക്നെസ് ആണ്. അതൊരു മേജർ ഇഷ്യൂ ആയിട്ട് US തുടരുകയാണ്. ഇപ്പോഴത്തെ ഡോളർ ഇൻഡെക്സിന്റെ വാല്യൂ നമ്മൾ കാണുന്നത് 99 എന്ന ലെവലിലാണ്. ഇപ്പോൾ 100 താഴെ പോയി എന്നുള്ളത് അതിന്റെ ശക്തമായ വീക്ക്നെസ് ആണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗോൾഡ് പ്രൈസ് കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ മറ്റൊരു അസറ്റ് ക്ലാസ് ഗോൾഡിന്റെ കൂടെ ഉയരുകയാണ്, അത് ബിറ്റ് കോയിൻ ആണ്. നമുക്കറിയാം, ബിറ്റ് കോയിൻ 2024 ഡിസംബറിൽ ആണ് 1,00,000 എന്നുള്ള അതിൻ്റെ മൈൽ സ്റ്റോൺ കടന്നുകൊണ്ട് അത് മുന്നോട്ട് പോയത്. അപ്പോൾ ആ ട്രംപിൻ്റെ വരവ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജിയിൽ നിന്നാണ് ബിറ്റ് കോയിൻ അന്ന് ശക്തമായിട്ട് മുന്നേറിയത്. എന്നാൽ പിന്നീട് അത് താഴോട്ടേക്ക് വന്നിരുന്നു. പിന്നീട് അത് തിരിച്ച് രണ്ടാമതും 1 ലാഖിലേക്ക് വന്നത് ഫെബ്രുവരി മാസമായിരുന്നു. അപ്പോൾ 1,08,000 എന്നതായിരുന്നു പ്രീവിയസ് ആയിട്ടുള്ള ഇതിൻ്റെ ഹൈ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഓൾ ടൈം ഹൈ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ബിറ്റ് കോയിൻ്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 1,11,000 എന്ന ലെവലിലേക്ക് അത് ഉയർന്നതായിട്ട് കാണാം. അപ്പോൾ കഴിഞ്ഞ മെയ് മാസം 8-ാം തീയതി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് 1,00,000 മുകളിലാണ് ബിറ്റ് കോയിൻ ട്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഗോൾഡിൻ്റെ കൂടെ ഇൻവെസ്റ്റേഴ്സ് കൂടുതലായിട്ട് ബിറ്റ് കോയിൻ കൂടി പരിഗണിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ US ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹോട്ടായിട്ടുള്ള ഡിബേറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ പുതിയ ടാക്സ് കട്ട് ബില്ലാണ്. അപ്പോൾ ആ ബില്ല് ട്രംപിൻ്റെ ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പാസ്സാക്കിയെടുക്കാനുള്ള ശ്രമമാണ് ട്രംപ് നടത്തുന്നത്. അപ്പം ഹൗസ് ഓഫ് റിപ്പബ്ലിക്കൻസിൽ അത് ഓൾറെഡി പാസ്സായിരിക്കുകയാണ്. അങ്ങനെ ഒരു കടമ്പ് അത് കടന്നിരിക്കുകയാണ്. ഇനി അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ ഇപ്പോൾ ഡെമോക്രാറ്റ്സ് അല്ലെങ്കിൽ പ്രതിപക്ഷങ്ങൾ ശക്തമായിട്ട് അതിനെ എതിർക്കുന്നുണ്ട്. അതൊരു സ്കാം ആണെന്ന് ആരോപിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ബില്ല് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും US എക്കണോമിയിൽ ജനങ്ങൾക്ക് ഇടയിൽ വലിയ തോതിലുള്ള ഒരു ലിക്വിഡിറ്റി വർദ്ധിക്കാൻ അത് സഹായിക്കും. അപ്പോൾ അതുമൂലം ജനങ്ങളുടെ സ്പെൻഡിങ് കപ്പാസിറ്റി വർദ്ധിക്കും. അത് മാർക്കറ്റിൽ ഗുണകരമാണെങ്കിലും US എക്കണോമി ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ കടമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മൂഡീസ് പോലെയുള്ള റേറ്റിംഗ് മേഖലയിലുള്ള അവസാന വാക്കുകളായിട്ടുള്ള മൂഡീസിൻ്റെ ഡൗൺഗ്രേഡ് നേരിട്ടുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് അമേരിക്ക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ടാക്സ് കട്ട് കൊണ്ട് ഉണ്ടാകാൻ പോകുന്നുള്ള നഷ്ടം അത് തീർച്ചയായിട്ടും $3.8 ട്രില്യൺ നിലവിലുള്ള കടത്തിനോടുകൂടി ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. അത് തീർച്ചയായിട്ടും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് അമേരിക്കയെ നയിക്കുമെന്നാണ് ഒരു കൂട്ടം എക്കണോമിസ്റ്റുകൾ വാദിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, അത് മാർക്കറ്റിനെ ശക്തിപ്പെടുത്തുമെന്ന് വാദിക്കുന്നവരുമുണ്ട്. ഇപ്പോൾ എങ്ങനെയായാലും US ബോണ്ട് മാർക്കറ്റ് വലിയ തോതിൽ ഇപ്പോൾ അതിൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുക. അത് 20 years ബോണ്ടായാലും 10 years ബോണ്ടായാലും എല്ലാം അതിൻ്റെ ഡിക്ലൈനിങ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഗോൾഡിലും ക്രിപ്റ്റോ കറൻസിയിലുമൊക്കെ ആളുകൾ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ US സ്റ്റോക്ക് മാർക്കറ്റും ഈ ടാക്സ് കട്ട് ബില്ലിന് നെഗറ്റീവായിട്ടാണ് ഇന്നലെ പ്രതികരിച്ചത്. ഡൗ ജോൺസ് 1.9% ഡൗൺ ആയിരുന്നു. S&P 500 1.6% ഡൗൺ ആയിരുന്നു. നാസ്ഡാക്ക് 1.4% ഡൗൺ ആയിരുന്നു. ഇനി നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഇന്ത്യൻ റൂപ്പി അതിൻ്റെ വീക്ക്നെസ് തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. എങ്കിലും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നെറ്റ് ബൈങ് നടത്തി എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് ഏകദേശം 5,000 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ളത്.
ഇന്ന് അതുപോലെ എല്ലാ സെക്ടറുകളും നെഗറ്റീവ് ആണെങ്കിലും ഡിഫൻസ് സെഗ്മെൻറ്റിൽ 2% ഒരു റാലി നടന്നതായിട്ട് കാണാം. അതുപോലെ മീഡിയ സെക്ടറിലും 1% റാലി നടന്നിട്ടുണ്ട്. ഈ 2 സെക്ടറുകൾ ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ സെക്ടറുകളും നെഗറ്റീവാണ്. പക്ഷേ ഈ 2 സെക്ടറുകൾക്കും നിഫ്റ്റി ഇൻഡെക്സുകളിൽ വലിയ വെയിറ്റേജ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നിഫ്റ്റിയിൽ ഈ സെഗ്മെൻറ്റിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ ഡിഫൻസ് സെഗ്മെൻറ്റിലുള്ള ശക്തമായ റാലി കാരണം അവിടെയുള്ള 13ഓളം ആ ഇൻഡെക്സിലുള്ള സ്റ്റോക്കുകൾ ഇന്ന് അഡ്വാൻസ് ചെയ്തതായിട്ട് കാണാം. ആ അഡ്വാൻസിനെ ലീഡ് ചെയ്തത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം 25,000 കോടിയുടെ ഒരു ഓർഡർ ബുക്ക് നേടിക്കൊണ്ടാണ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ഇന്ന് ഒരു ഡിഫൻസ് സെഗ്മെൻറ്റിൽ ഒരു താരമായിട്ട് മാറിയത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 30,000 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ഓർഡർ ബുക്കാണ് അവർ നേടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അപ്സൈഡ് മൂവാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. ഇതുകൂടാതെ ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഒരു ഫോൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ US ഇറാനും തമ്മിലുള്ള ന്യൂക്ലിയർ ടോക്ക് ആരംഭിച്ചത് അത് കാരണം ഈ ഒരു ക്രൂഡ് ഓയിൽ പ്രൈസിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ആ ഒരു വർധനവിനെ ചെറിയ തോതിൽ റിലാക്സ് ചെയ്തുകൊണ്ട് അത് 1%ഓളം താഴോട്ടേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റ് സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് കാണാനുള്ളത് മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ടാണ്. അപ്പോൾ അവർ പറയുന്നത് ഒരു വർഷം കൊണ്ട് 89,000 എന്ന ലെവൽ കടക്കുമെന്നാണ്. അതായത് 8% ഒരു റാലി ഉണ്ടാവുമെന്നാണ്. അത് നമ്മൾ നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിഫ്റ്റി 27,000 എന്ന ലെവലിലേക്ക് എത്തുമെന്നുള്ളതാണ്. അപ്പോൾ റീസെൻ്റായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലുണ്ടായ കറക്ഷൻ അതിനുശേഷം മാർക്കറ്റ് കൂടുതൽ ശക്തമായിട്ടുണ്ടെന്നാണ് മോർഗൻ സ്റ്റാൻലിയുടെ കണ്ടെത്തൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വർഷം കൊണ്ട് ഈ ഇത്തരത്തിലുള്ള ടാർഗറ്റുകൾ നിഫ്റ്റി ക്രോസ് ചെയ്യുമെന്നാണ് അവർ പ്രവചിക്കുന്നത്. അതിനുള്ള ചാൻസ് അവർ കാണുന്നത് 50% വരെയുള്ള ഒരു ചാൻസും കൂടിയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് നോക്കേണ്ടത് നമ്മൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന Q4 റിസൾട്ടുകളിൽ നല്ല റിസൾട്ട് കാഴ്ചവെച്ച സ്റ്റോക്കുകൾ കണ്ടെത്തുകയും അപ്പോൾ അതിൻ്റെ വാല്യുവേഷനൊക്കെ പരിശോധിച്ചുകൊണ്ട് അത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയുമാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കാണാൻ കഴിയും ചില സ്റ്റോക്കുകൾ അതിൻ്റെ നല്ല റിസൾട്ടുകൾ വരികയും അതേപോലെ തന്നെ അണ്ടർ വാല്യൂഡായിട്ട് ട്രേഡ് ചെയ്യുന്ന ചില സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന് നാഷണൽ അലൂമിനിയം കമ്പനിയാണ്. നാൽക്കോ എന്ന് പറയുന്ന ഈ ഒരു PSU കമ്പനി നോൺ ഫെറസ് മെറ്റൽസ് മാനുഫാക്ചറിംഗ് മേഖലയിലുള്ള കമ്പനിയാണ്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ റിസൾട്ടിൽ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 47% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 203% വർധനവും കാണാൻ കഴിയും. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 13% വർധനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 32% വർധനവും ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയും. ഈ സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 6.45 എന്നുള്ള ലോ PE ആണ്. 3 ഇയേഴ്സിൻ്റെ PE 12ഉം ഇൻഡസ്ട്രി PE 21ഉം അതുപോലെ PEG റേഷ്യോ വെച്ച് നോക്കുമ്പോൾ 1-ൽ താഴെയുമാണ്. ആ അർത്ഥത്തിലൊക്കെ ഇത് ഒരു അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു സ്റ്റോക്ക് വാരി റിന്യൂവബിൾ ടെക്നോളജീസ് ആണ്. പവർ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള ഈ ഒരു റിന്യൂവബിൾ സെഗ്മെൻറ്റിലുള്ള കമ്പനി. ഇത് അതിൻ്റെ ഹൈയിൽ നിന്നും വലിയ തോതിൽ താഴോട്ടേക്ക് വന്ന സ്റ്റോക്കാണ്. ഇതിപ്പോൾ വന്നിട്ടുള്ള റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 74% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 88% വർധനവും കാണാം. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 32% വർധനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 75% വർധനവും നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയും. ഈ സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 45 എന്ന ലെവലാണ്. അത് മീഡിയം PEയും ഇൻഡസ്ട്രി PEയോടും യോജിച്ച് നിൽക്കുന്ന ഒരു PE ആണ്. കൂടാതെ PEG റേഷ്യോ സൂചിപ്പിക്കുന്നത് 0.17 എന്നുള്ള ഒരു അണ്ടർ വാല്യൂഡ് സെഗ്മെൻറ്റിലാണ്. മറ്റൊരു സ്റ്റോക്ക് വെബ്സോൾ എനർജി സിസ്റ്റമാണ്. ഈ സ്റ്റോക്കിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 596% ഒരു വർധനവും ഉണ്ടായിട്ടുണ്ട്. പ്രോഫിറ്റിൽ 185% വർധനവുമാണ് കാണാൻ കഴിയും. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 17% വർധനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 16% വർധനവും ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയും. ഇതിൻ്റെ PEയും ഇപ്പോൾ 38 എന്നുള്ള PE ആണ്. അതിൻ്റെ മീഡിയം PEയും ഇൻഡസ്ട്രി PEയേക്കാൾ താഴെയാണ്. കൂടാതെ 1-ൽ താഴെയുള്ള ഒരു PEG റേഷ്യോ ആണ് ഇത് കാണിക്കുന്നത്. ഇനി മറ്റൊരു സ്റ്റോക്കുള്ളത് ആൽപെക്സ് സോളാർ ലിമിറ്റഡ് ആണ്. ഇത് ക്യാപിറ്റൽ ഗുഡ്സ് സോളാർ എനർജി എക്വിപ്മെൻറ്റ്സ് ആ ഒരു സെഗ്മെൻറ്റിലുള്ള കമ്പനിയാണ്. ഇതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസ് 171% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 305% വർധനവും ഉണ്ടായിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 74% വർധനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 51% വർധനവും ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ PE ഇപ്പോൾ 26 എന്നുള്ള PE ആണ്. അത് അതിൻ്റെ മീഡിയം PEയേക്കാളും ഇൻഡസ്ട്രി PEയേക്കാളും താഴെയാണ്. അതുപോലെ PEG റേഷ്യോ 0.28 എന്നുള്ളൊരു ലോ PEയിലാണ് നമുക്ക് കാണാൻ കഴിയുക. മറ്റൊരു സ്റ്റോക്കുള്ളത് ഓട്ടോമൊബൈൽ കോർപ്പറേഷൻ ഓഫ് ഗോവയാണ്. ഇത് ഓട്ടോ ആക്സിലറി മേഖലയിലുള്ള ഒരു കമ്പനിയാണ്. ഇതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 28% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 54% വർധനവും നടന്നതായിട്ട് കാണാം. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 95% വർധനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 273% വർധനവും നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയും. ഇതിൻ്റെ PE ഇപ്പോൾ 25 എന്ന ലെവലിലാണ്. അത് മീഡിയം PEയേക്കാളും ഇൻഡസ്ട്രി PEയേക്കാൾ താഴെയാണ്. PEG റേഷ്യോ 1-ൽ താഴെയുള്ള മറ്റൊരു സ്റ്റോക്ക് കൂടിയാണിത്. അപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ നമ്മളൊരു ലോങ് ടേം വ്യൂ പോയിന്റിലൂടെ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തുകൊണ്ട് കൂടുതൽ പഠന വിധേയമാക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ കമൻറ്റുകൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.